മൂവിങ് നോൺ റിജിഡ് മാറ്ററിൻ്റെ സെക്കൻഡ് എക്സാമ്പിളായ ഹോയിസ്റ്റിംഗ് ഓഫ് ആൻ ഒബ്ജക്റ്റാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പ്രോബ്ലമാണ് ഹോയിസ്റ്റിംഗ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതിലൊരു ഷിപ്പിൻ്റെ ആങ്കറിൻ്റെ വെയിറ്റ് ആണ് 800 LB ആയിട്ട് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ ചെയിൻ ദാറ്റ് വെയ്സ് 10 LB പെർ റണ്ണിങ് ഫുട്ട്. അപ്പോൾ ഇതാണ് ആങ്കറിൻ്റെ വെയിറ്റ് 800 LB ആണ്. ഈ ചെയിനിൽ പെർ ഫുട്ട് 10 LB ആണ് അതിൻ്റെ വെയിറ്റ്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ വിഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആങ്കർ തിരിച്ച് കയറ്റാൻ വേണ്ടിയിട്ടൊരു വീല് പോലത്തെ ഒരു റൊട്ടേറ്റിംഗ് വീൽ ഉപയോഗിക്കുന്നില്ലേ, അതിനെയാണ് ആ വിഞ്ച് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ വിഞ്ച് ഇഫ് ദ ആങ്കർ ഈസ് പുൾഡ് ഇൻ ഫ്രം എ ഹൈറ്റ് ഓഫ് 20 FT. അപ്പോൾ ഈ ആങ്കർ വെള്ളത്തിൽ കിടക്കുന്ന ഷിപ്പിൽ നിന്ന് 20 FT ഹൈറ്റിലാണ്. ഈ 20 FT ഹൈറ്റ് തിരിച്ചതിനെ മുകളിലേക്ക് കയറ്റുമ്പോൾ ആ വിഞ്ച് ചെയ്യുന്ന വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും രണ്ട് ടൈപ്പ് ഓഫ് വർക്ക് ഡൺ ഉണ്ട്. ഒന്ന്, ഈ ആങ്കറിന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 800 LB. അപ്പോൾ ഈ ആങ്കറിനെ തന്നെ ഈ ചെയിനിൻ്റെ വെയിറ്റ് ഇല്ലാണ്ട് ആങ്കറിനെ തന്നെ ഈ 20 FT ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ എത്ര വർക്ക് ഡൺ ചെയ്യേണ്ടി വരും, അതിനെ നമുക്ക് WA എന്ന് പറഞ്ഞ് വിളിക്കാം. WC എന്ന് പറയുന്നത് വർക്ക് റിക്വയർഡ് ടു പുൾ ദ കേബിൾ, അതായത് ഈ ചെയിനിനെ മുകളിലേക്ക് വലിച്ചു കയറ്റാൻ ചെയ്യേണ്ട വർക്കാണ് നമ്മൾ WC ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് വിൽ ബി എന്തായിരിക്കും, WA + WC ആയിരിക്കും. അപ്പോൾ ഇനി ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ആങ്കർ. അപ്പോൾ ആ വെയിറ്റ് ഓഫ് ദ ആങ്കർ ആണ് 800 LB, അതാണ് ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ആങ്കർ. അപ്പോൾ ആ ഫോഴ്സ് എത്ര ഡിസ്റ്റൻസിൽ 20 FT ഹൈറ്റിലാണ് ആങ്കർ കിടക്കുന്നത്, അപ്പോൾ അതിനെ മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, 20 FT. അപ്പോൾ അതിനായിട്ട് ചെയ്യുന്ന വർക്കാണ് WA കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അത് 800 × 20 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1600. ഇനി നമ്മൾ ആ ചെയിനിനെ ചെറിയ പീസുകളായിട്ട് സബ്ഡിവൈഡ് ചെയ്യാണ്. സബ്ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ആ ചെയിനിൻ്റെ ലെങ്ത് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് പീസിനെ നമ്മൾ Δy കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. ഇനി ഇതിനെ Δy കൊണ്ട് ഡിനോട്ട് ചെയ്താൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരു ഫീറ്റ് ചെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന 10 LB ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Δy ലോങ് പീസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 10 × Δy ആയിരിക്കും. അപ്പോൾ Δy നീളത്തിലുള്ള ചെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 Δy ആണ്. അപ്പോൾ ആ 10 Δy, അപ്പോൾ ആ Δy അല്ലെ ആ Δy ലെങ്തിലുള്ള ആ ചെയിന് ഏത് ഹൈറ്റ് വരെ നമുക്ക് വലിച്ചു കയറ്റണം, മൊത്തം ഹൈറ്റ് 20 ആണ്. അപ്പോൾ y ഹൈറ്റിലുള്ളൊരു ചെയിനെ മുകളിൽ എത്തിക്കണമെങ്കിൽ 20 - y എന്ന് പറയുന്ന ഹൈറ്റ്, അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിനുള്ള വർക്ക് ഡൺ എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ this element is to be lifted to a distance of 20 - y FT. So the work done എന്ന് പറയുന്നത് Δwc എന്ന് പറയാം, which is equal to 10 Δy. ഇതാണ് ആ ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് 20 - y. ഇനി അത് ആ ചെയിനിൻ്റെ ഒരു ചെറിയ പോർഷൻ, അപ്പോൾ ആ എൻറ്റയർ ചെയിനിൻ്റെ മുകളിലേക്ക് കയറ്റാനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്ന WC കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ചെയിനിൻ്റെ എൻറ്റയർ ലെങ്ത് 0 അറ്റ് y ഹൈറ്റ്, y എന്ന് പറയുന്നത് വേരിങ് ഫ്രം 0 to 20 ആണ്. അപ്പോൾ 0 to 20 Δwc ആണ് ഈ 10 × 20 - y dy. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2000 FT/LB കിട്ടും. ഓൾറെഡി നമ്മൾ WA കണ്ടുപിടിച്ചിരുന്നു, അത് 16,000 ആണ്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച WCയും കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. നമുക്ക് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സിൻ്റെ ലാസ്റ്റ് എക്സാമ്പിളാണ് എക്സ്പാൻഡിങ് ഗ്യാസിൻ്റെ. ഇവിടെ നമുക്ക് ഗ്യാസ് ഇരിക്കുന്ന സിലിണ്ടറിൻ്റെ റേഡിയസ് 6 ആയിട്ട് തന്നിട്ടുണ്ട്. ഈ ഗ്യാസ് ഈ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റണിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഉള്ള വർക്ക് ഡൺ കാണാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് ഗ്യാസ് ഹാസ് എ പ്രഷർ ഓഫ് PLB
പെർ ഇഞ്ച് സ്ക്വയർ. ഈ ഇഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ പെർ യൂണിറ്റ് ഏരിയ ഗ്യാസ് ആസ് എ പ്രഷർ ഓഫ് PLB ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ ഗ്യാസ് എക്സ്പാൻഡ്സ് ഫ്രം എ വോളിയം ഓഫ് V0 ടു V1. അപ്പോൾ ഇനിഷ്യലി ഗ്യാസിൻ്റെ വോളിയം V0 ആണ്, എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ V1 ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് ഷോ ദാറ്റ് ദ വർക്ക് ഡൺ ബൈ ദ എക്സ്പാൻഡിങ് ഗ്യാസസ് W ഈക്വൽ ടു ഇൻ്റഗ്രൽ V0 ടു V1 P dV എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പിസ്റ്റൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എയും ബിയും ആയിട്ട് വെക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന പ്രഷർ PLB പെർ ഇഞ്ച് സ്ക്വയർ എന്നാണ്. അപ്പോൾ പ്രഷർ PLB, LB എന്ന് പറയുന്നത് ശരിക്കും വെയിറ്റ് ആണ്, ഇഞ്ച് സ്ക്വയർ എന്ന് പറയുന്ന ഏരിയയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് P ആണ്, എന്താണ് വെയിറ്റ് പെർ ഏരിയ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഫോഴ്സ് അല്ലെ LB വെയിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഫോഴ്സ് ആണ്. ഫോഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമുക്ക് പ്രഷർ ഇൻറ്റു ഏരിയ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഫോഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്ന പ്രഷർ ഇൻറ്റു ഏരിയ ആണ് P of x ഇൻറ്റു പൈ ആർ സ്ക്വയർ. P of x ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, ആർക്കാണ്. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ ഓഫ് ദാറ്റ് സർക്കിളാണ്. കാരണം ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു സർക്കിളാണ് കിട്ടുക. അപ്പോൾ പൈ ആർ സ്ക്വയർ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് ആ ഒരു പോർഷനിൽ ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ മൂവിങ് ദ പിസ്റ്റൺ എ ഡിസ്റ്റൻസ് ഓഫ് ഡെൽറ്റ എക്സ് ഫ്രം എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് മൂവ് ചെയ്യാൻ എത്രമാത്രം വർക്ക് ഡൺ, അതിനെ ഡെൽറ്റ W കൊണ്ട് ഡിനോട്ട് ചെയ്യാം. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് ഇവിടെ വിളിക്കാൻ കാരണം ഈ P കോൺസ്റ്റൻ്റ് ആണ്, പൈ ആറൊക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ന് കിട്ടും P of x പൈ ആർ സ്ക്വയർ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഒരു ഡെൽറ്റ W കിട്ടി. ഇനി നമുക്ക് W ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം സമ്മപ്പ് ചെയ്താൽ മതി. അതായത് V. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ കാണാൻ സമ്മപ്പ് ചെയ്യുകയാണ്. സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് W ഈക്വൽ ടു ഇൻ്റഗ്രൽ A ടു B P of x പൈ ആർ സ്ക്വയർ DX എന്ന് കിട്ടും. ഇനി ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. V ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എക്സ് ആണ്. നമുക്കറിയാം വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ, ഇത് ഹൈറ്റ് എക്സ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ DV ഈക്വൽ ടു പൈ ആർ സ്ക്വയർ DX എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ ഇനിഷ്യൽ ഫൈനൽ വാല്യൂസ് എയും ബിയും ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എ, V ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ബി എന്ന് കിട്ടും. അതായത് ഇനിഷ്യൽ വോളിയം V0 ആണെന്ന് പറഞ്ഞായിരുന്നു, ഫൈനൽ വോളിയം V1 ആണെന്ന് പറഞ്ഞു. ഇനി ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ ഇൻ്റഗ്രലിൽ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? W ഈക്വൽ ടു ഇൻ്റഗ്രൽ A ടു B P of x പൈ ആർ സ്ക്വയർ DX. ഇതിൽ പൈ ആർ സ്ക്വയർ DX എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ DV ആണ്. P of x എന്ത് തന്നെയാണ്? P ആണ്. ലിമിറ്റ് V0 ടു V1. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.